ബിസ്ക്കറ്റ് രാജാവ് അങ്ങനെയായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. എന്നാൽ പെട്ടെന്നൊരു ദിവസം എല്ലാം തകർന്നു. ഒരു പിടികിട്ടാ പുള്ളിയെ പോലെ ലോകം മുഴുവൻ ഓടേണ്ടി വന്നു. അവസാനം ജയിലഴിക്കുള്ളിൽ മരണം. പറഞ്ഞു വരുന്നത് രാജൻ പിള്ള എന്ന മലയാളി ബിസിനസ്സുകാരനെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രാജൻ പിള്ളയുടെ കഥയാണ്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത് കൃഷ്ണൻ. കൊല്ലത്തെ ഒരു കശുവണ്ടി വ്യവസായിയുടെ മകനായിരുന്നു രാജൻ പിള്ളയുടെ ജനനം. ഒരു സിനിമ പോലെ സംഭവബഹുലമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതകഥ. 1947 രാജൻ പിള്ള ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് ജനാർദ്ദനൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കശുവണ്ടി കയറ്റുമതിക്കാരനായിരുന്നു. അമ്മയുടെ പേര് രാജാമണി അമ്മ. സ്കൂൾ കാലയളവിൽ തന്നെ രാജൻ പിള്ള നല്ല മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു. പൊതുവേദിയിൽ പ്രസംഗിക്കാൻ വലിയ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം രാജൻ പിള്ള മെക്കാനിക് എഞ്ചിനീയറിംഗ് പഠിക്കാൻ കൊല്ലത്തെ TKM എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്നു. തന്റെ മക്കൾ മറ്റു രാജ്യങ്ങളിൽ ജോലി ചെയ്യണമെന്നായിരുന്നു ജനാർദ്ദൻ പിള്ളയുടെ ആഗ്രഹം. രാജൻ പിള്ള തന്റെ പിതാവിന്റെ ആഗ്രഹം നടത്താൻ തയ്യാറായി. വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് രാജൻ പിള്ള തന്റെ കുടുംബ സ്വത്തുക്കൾ മുഴുവൻ സഹോദരന്മാർക്ക് എഴുതി നൽകി. ഒരു ബിസിനസ് ആരംഭിക്കാൻ സഹായിക്കുന്നതിന് അദ്ദേഹത്തിന്റെ പിതാവിന് പണം ഉണ്ടായിരുന്നിട്ടും പിതാവിന്റെ സഹായമില്ലാതെയാണ് പിള്ള തന്റെ ബിസിനസ് കെട്ടിപ്പടുത്തത്. കൊല്ലത്ത് നടന്ന ഒരു പരിപാടിയിലേക്ക് രാജൻ പിള്ള തന്റെ സ്വാധീനം ഉപയോഗിച്ച് കേന്ദ്രമന്ത്രിയായിരുന്ന VK കൃഷ്ണമേനോനെ എത്തിച്ചിരുന്നു. അന്ന് സമ്മേളനത്തിൽ രാജൻ പിള്ള നടത്തിയ ഇംഗ്ലീഷ് പ്രസംഗം കൃഷ്ണമേനോന്റെ പ്രീതി സമ്പാദിക്കാൻ ഇടയാക്കി. അങ്ങനെ ഇരുവരും പരിചയപ്പെട്ടു. ഈ പരിചയം പിന്നീട് കൃഷ്ണമേനോന്റെ അനന്തരവളുടെ മകളെ രാജൻ പിള്ളയ്ക്ക് വിവാഹം ചെയ്തു നൽകുന്നതിലേക്ക് വരെ എത്തിച്ചു. പക്ഷേ ഈ വിവാഹം ഏറെ നാൾ നീണ്ടില്ല. ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞെങ്കിലും 1983 രാജൻ പിള്ള എയർ ഹോസ്റ്റസായി ജോലി നോക്കിയിരുന്ന നീന പിള്ള എന്ന യുവതിയെ വിവാഹം കഴിച്ചു. ബിസിനസ് ആവശ്യങ്ങൾക്കായി നിരന്തരം വിമാനയാത്ര ചെയ്തിരുന്ന രാജൻ പിള്ളയ്ക്ക് നീനയുമായി ഉണ്ടായ സൗഹൃദമാണ് പിന്നീട് വിവാഹത്തിലെത്തിയത്. രാജൻ പിള്ള എന്ന ചെറുപ്പക്കാരന്റെ ജൈത്രയാത്ര തുടങ്ങുന്നത് 1973 ആ വർഷം മുതലാണ് അദ്ദേഹം സിംഗപ്പൂരിൽ സ്ഥിരതാമസം ആരംഭിച്ചതും അവിടെ സ്വന്തമായി ബിസിനസ് ആരംഭിച്ചതും. കേരളത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കശുവണ്ടി ഉപയോഗിച്ച് 20th Century ഫുഡ്സ് എന്ന സംസ്കരണശാലയാണ് ജുറോങ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ അദ്ദേഹം ആദ്യം ആരംഭിച്ചത്. ഈ കമ്പനി പ്രധാനമായും ലഘുഭക്ഷണങ്ങൾ, അതായത് പൊട്ടറ്റോ ചിപ്സുകളും പീനട്സും ഒക്കെ പാക്ക് ചെയ്ത് വിൽക്കുകയായിരുന്നു ചെയ്തിരുന്നത്. രാജൻ പിള്ളയുടെ ബിസിനസ് ജീവിതത്തിലെ ഒരു നിർണായക വഴിത്തിരിവായിരുന്നു അമേരിക്കൻ വ്യവസായിയായ F. റോസ് ജോൺസണുമായുള്ള അദ്ദേഹത്തിന്റെ പരിചയം. ജോൺസൺ അക്കാലത്ത് വലിയ അമേരിക്കൻ ഭക്ഷ്യ കോർപ്പറേഷനായ സ്റ്റാൻഡേർഡ് ബ്രാൻഡ്സിന്റെ ഹെഡായിരുന്നു. രാജൻ പിള്ളയുടെ ബിസിനസ് നൈപുണ്യം തിരിച്ചറിഞ്ഞ ജോൺസൺ രാജൻ പിള്ളയ്ക്ക് അന്താരാഷ്ട്ര ബിസിനസ് ലോകത്തേക്ക് കൂടുതൽ വാതിലുകൾ തുറന്നുകൊടുത്തു. 1984 രാജൻ പിള്ളയെ ജോൺസൺ ലണ്ടനിലേക്ക് അയച്ചു. അവിടെ നബിസ്കോ കമ്മോഡിറ്റീസ് എന്ന പുതുതായി ഏറ്റെടുത്ത കമ്പനിയുടെ ചുമതല അദ്ദേഹത്തിന് നൽകി. താമസിയാതെ ജോൺസൺ ബ്രിട്ടീഷ് ബിസ്ക്കറ്റ് നിർമ്മാണ കമ്പനിയായ ഹൺലി ആൻഡ് പാൽമറിന്റെ ഏഷ്യയിലുള്ള സബ്സിഡറി കമ്പനികളെ ഏറ്റെടുത്തു. ഹൺലി ആൻഡ് പാൽമറിനായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ബേക്കറി ബിസ്ക്കറ്റ് ഉൽപാദകരായ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിൽ നിയന്ത്രണമുണ്ടായിരുന്നത്. ജോൺസൺ ഏറ്റെടുത്ത ഈ ഏഷ്യൻ കമ്പനികളുടെ മുഴുവൻ പ്രവർത്തന ചുമതലയും രാജൻ പിള്ളയ്ക്ക് നൽകി. ഇതോടെയാണ് രാജൻ പിള്ള ഇന്ത്യയിൽ ബിസ്ക്കറ്റ് രാജാവെന്ന് പരക്കെ അറിയപ്പെടാൻ തുടങ്ങിയത്. ബ്രിട്ടാനിയയുടെ പ്രവർത്തനങ്ങൾ രാജൻ പിള്ളയുടെ കീഴിൽ കൂടുതൽ വിപുലമായി. അദ്ദേഹം നബിസ്കോയുടെ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലെ കമ്പനികളും തന്റെ നിയന്ത്രണത്തിലാക്കി. 1989 ആയപ്പോഴേക്കും രാജൻ പിള്ളയുടെ നിയന്ത്രണത്തിൽ ഏഷ്യയിൽ മാത്രം 6 വലിയ കമ്പനികൾ ഉണ്ടായിരുന്നു. ഈ കമ്പനികളുടെ എല്ലാം കൂടി മൊത്തം ആസ്തി അന്നത്തെ കണക്കുകൾ പ്രകാരം $400 മില്യൺ അടുത്തായിരുന്നു. താനാണ് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിന്റെ ഉടമസ്ഥനെന്ന് രാജൻ പിള്ള പലപ്പോഴും അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് കമ്പനിയുടെ ഓഹരികളിൽ 3% മാത്രമാണ് നേരിട്ട് ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ മറ്റ് ബിസിനസ്സുകളെല്ലാം ഒരു കോംപ്ലിക്കേറ്റഡ് ഫിനാൻഷ്യൽ വെബായിരുന്നു. രാജൻ പിള്ളയുടെ ബിസിനസ് വളർച്ചയോടൊപ്പം തന്നെ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി വിവാദങ്ങളും ഉടലെടുത്തു. അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും കമ്പനികളുടെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ചും പല സംശയങ്ങളും ഉയർന്നു വന്നു. ബ്രിട്ടാനിയയുടെ നിയന്ത്രണം സംബന്ധിച്ച് അദ്ദേഹത്തിന് മറ്റ് ബിസിനസ് പങ്കാളികളുമായി, പ്രത്യേകിച്ച് ഇന്ത്യൻ വ്യവസായിയായ നുസ്ലി വാഡിയയുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. ഈ തർക്കങ്ങൾ പിന്നീട് രൂക്ഷമായ നിയമ പോരാട്ടങ്ങളിലേക്ക് വഴിതെളിച്ചു. ഇന്ത്യൻ കോർപ്പറേറ്റ് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ ഒരു പോരാട്ടമായിരുന്നു അത്. 1993 ആയപ്പോഴേക്കും രാജൻ പിള്ളയുടെ സാമ്പത്തിക സ്ഥിതി വഷളായി തുടങ്ങി. വലിയ തോതിലുള്ള കടബാധ്യത അദ്ദേഹത്തിനുണ്ടായി. ഇത് കാരണം തന്റെ കൈവശമുണ്ടായിരുന്ന ചില കമ്പനികളുടെ ഓഹരികൾ വിൽക്കാൻ അദ്ദേഹം നിർബന്ധിതനായി. ഈ സാഹചര്യത്തിലാണ് വാഡിയ ഗ്രൂപ്പ് അസോസിയേറ്റഡ് ബിസ്ക്കറ്റ് ഇന്റർനാഷണലിൽ ഓഹരികൾ സ്വന്തമാക്കിയത്. ഇതോടെ വാഡിയ ഗ്രൂപ്പ് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൽ ഫ്രഞ്ച് ഭക്ഷ്യ കമ്പനിയായ ഗ്രൂപ്പ് ഡാനോണിനൊപ്പം തുല്യ പങ്കാളിയായി. ബ്രിട്ടാനിയയുടെ നിയന്ത്രണത്തിനു വേണ്ടിയുള്ള അടുത്ത മത്സരത്തിനൊടുവിൽ രാജൻ പിള്ളയ്ക്ക് കമ്പനിയുടെ നിയന്ത്രണം വാഡിയയ്ക്കും ഡാനോണിനും കൈമാറേണ്ടി വന്നു. ഇത് അദ്ദേഹത്തിന്റെ ബിസിനസ് ജീവിതത്തിലെ ഒരു വലിയ തിരിച്ചടിയായിരുന്നു. ബ്രിട്ടാനിയ വാങ്ങുന്നതിനായി തന്റെ ഉപദേശകനായിരുന്ന F. റോസ് ജോൺസൺ രാജൻ പിള്ളയ്ക്ക് $30 മില്യൺ വായ്പയായി നൽകിയിരുന്നു. ബ്രിട്ടാനിയയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടതോടെ ഈ പണം തിരികെ നൽകണമെന്ന് ജോൺസൺ ആവശ്യപ്പെട്ടു.
സിംഗപ്പൂരിലെ അധികാരികൾ രാജൻ പിള്ളയുടെ ബിസിനസ് പ്രവർത്തനങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ അന്വേഷണം ആരംഭിച്ചിരുന്നു. സിംഗപ്പൂരിലെ കൊമേഴ്ഷ്യൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ അന്വേഷണത്തിൽ രാജൻ പിള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയതായി കണ്ടെത്തി. 1993 മാർച്ചിൽ അന്വേഷണം പൂർത്തിയായപ്പോൾ അദ്ദേഹത്തിനെതിരെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തു. കമ്പനിയുടെ ഫണ്ടുകൾ ദുരുപയോഗം ചെയ്തു, വിശ്വാസവഞ്ചന കാണിച്ചു, തട്ടിപ്പ് നടത്തി തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തപ്പെട്ടത്. 22ഓളം കേസുകൾ വിശ്വാസവഞ്ചനയുടെ പേരിലും ഒരു കേസ് തട്ടിപ്പിന്റെ പേരിലുമായിരുന്നു. ഏകദേശം $17.2 മില്യൺ സാമ്പത്തിക ക്രമക്കേടുകൾ അദ്ദേഹം നടത്തിയതായി സിംഗപ്പൂരിലെ കോടതി കണ്ടെത്തിയിരുന്നു. ഈ കേസുകളിൽ രാജൻ പിള്ളയ്ക്ക് 14 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. സിംഗപ്പൂരിലെ കോടതി ഈ കേസുകളിൽ വിധി പറയാനിരിക്കെ 1995 രാജൻ പിള്ള സിംഗപ്പൂരിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടന്നു. നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഇന്റർപോൾ രാജൻ പിള്ളയെ പിടികൂടുന്നതിനായി റെഡ് അലർട്ട് പുറപ്പെടുവിച്ചിരുന്നു. എന്നിരുന്നാലും ഇന്ത്യയിലെത്തിയ അദ്ദേഹത്തിന് കേരളത്തിൽ നിന്ന് ജാമ്യം നേടാൻ കഴിഞ്ഞു. സിംഗപ്പൂരിലേക്ക് കൈമാറുന്നതിനെതിരെ ഇന്ത്യൻ കോടതിയിൽ നിന്ന് സ്റ്റേ ഉത്തരവും അദ്ദേഹം വാങ്ങി. എന്നാൽ രാജൻ പിള്ളയുടെ നിയമപരമായ നീക്കങ്ങൾക്ക് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. 1995 ജൂലൈ 4 പുലർച്ചെ ഡൽഹിയിൽ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്ന് CBI രാജൻ പിള്ളയെ അറസ്റ്റ് ചെയ്തു. സിംഗപ്പൂരിലെ അധികാരികളുടെ ആവശ്യപ്രകാരമുള്ള കൈമാറ്റ നടപടികളുടെ ഭാഗമായിരുന്നു ഈ അറസ്റ്റ്. അറസ്റ്റിന് ശേഷം രാജൻ പിള്ളയെ ഡൽഹിയിലെ പ്രസിദ്ധമായ തീഹാർ ജയിലിലേക്ക് മാറ്റി. ജയിലിൽ പ്രവേശിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കരൾ സംബന്ധമായ രോഗങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്നു. തനിക്ക് വിദഗ്ധ ഡോക്ടർമാരുടെ ചികിത്സ ലഭ്യമാക്കണമെന്ന് രാജൻ പിള്ള ജയിൽ അധികാരികളോടും കോടതിയിലുമെല്ലാം ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ അപേക്ഷ പരിഗണിച്ച ഡൽഹി കോടതി തീഹാർ ജയിലിലെ റെസിഡന്റ് മെഡിക്കൽ ഓഫീസറോട് രാജൻ പിള്ളയുടെ ആരോഗ്യനിലയെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട് കത്തയച്ചു. എന്നാൽ ഈ കത്തിന് കൃത്യസമയത്ത് മറുപടി ലഭിച്ചില്ലെന്ന് പിന്നീട് നടന്ന അന്വേഷണങ്ങളിൽ കണ്ടെത്തിയിരുന്നു. തീഹാർ ജയിലിൽ കഴിയവെ രാജൻ പിള്ളയുടെ ആരോഗ്യനില അനുദിനം വഷളായി തുടങ്ങി. അദ്ദേഹത്തിന് ആവശ്യമായ വൈദ്യസഹായം ജയിലിൽ നിന്ന് ലഭിച്ചില്ലെന്ന് അദ്ദേഹത്തിന്റെ കുടുംബം ശക്തമായി ആരോപിച്ചു. യഥാസമയം വിദഗ്ധ ചികിത്സ ലഭിക്കാതിരുന്നത് അദ്ദേഹത്തിന്റെ അവസ്ഥ ഗുരുതരമാക്കി. 1995 ജൂലൈ 7 രാജൻ പിള്ള തീഹാർ ജയിലിൽ കസ്റ്റഡിയിൽ മരിച്ചു. കരൾ രോഗത്തിന്റെ സങ്കീർണതകളാണ് മരണകാരണമെന്ന് പിന്നീട് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. മരിക്കുമ്പോൾ സിംഗപ്പൂരിലേക്കുള്ള അദ്ദേഹത്തിന്റെ കൈമാറ്റ കേസിൽ കോടതിയിൽ വാദം നടക്കാനിരിക്കുകയായിരുന്നു. രാജൻ പിള്ളയുടെ ജയിൽ കസ്റ്റഡി മരണം രാജ്യമെമ്പാടും വലിയ ഞെട്ടലും പ്രതിഷേധവും ഉണ്ടാക്കി. ഒരു പ്രമുഖ വ്യവസായി ജയിലിനുള്ളിൽ മരിച്ചത് പല ചോദ്യങ്ങൾക്കും വഴിവെച്ചു. അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും വ്യാപകമായ ആരോപണങ്ങൾ ഉയർന്നു. രാജൻ പിള്ളയുടെ ഭാര്യ നീന പിള്ള തന്റെ ഭർത്താവിന്റെ മരണത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും ഇതിനു പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചു. CBI അന്വേഷണം വേണമെന്നായിരുന്നു അവരുടെ പ്രധാന ആവശ്യം. ഡൽഹിയിലെ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് നീന പിള്ളയുടെ ഹർജി പരിഗണിച്ച് രാജൻ പിള്ളയുടെ മരണം സംബന്ധിച്ച് CBI അന്വേഷണത്തിന് ഉത്തരവിട്ടു. രാജൻ പിള്ളയുടെ മരണത്തിലെ ദുരൂഹതയെക്കുറിച്ച് അന്വേഷിക്കാൻ ഇന്ത്യൻ സർക്കാർ ജസ്റ്റിസ് ലീല സേത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഏകാംഗ കമ്മീഷനെ നിയമിച്ചു. ലീല സേത്ത് കമ്മീഷൻ സംഭവം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി. സാക്ഷികളിൽ നിന്ന് മൊഴിയെടുത്തു, രേഖകൾ പരിശോധിച്ചു, പൊതുജനങ്ങളിൽ നിന്ന് വിവരങ്ങൾ തേടി, പത്രങ്ങളിൽ പരസ്യം നൽകി. അന്വേഷണത്തിനൊടുവിൽ കമ്മീഷൻ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. റിപ്പോർട്ടിൽ തീഹാർ ജയിലിലെ ഡോക്ടർമാർക്കും ഉദ്യോഗസ്ഥർക്കും രാജൻ പിള്ളയ്ക്ക് ചികിത്സ നൽകുന്നതിൽ ഗുരുതരമായ വീഴ്ച പറ്റിയതായി കണ്ടെത്തി. രാജൻ പിള്ളയ്ക്ക് കൃത്യസമയത്ത് ആവശ്യമായ വൈദ്യസഹായവും പരിചരണവും ലഭിച്ചില്ലെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. ജയിലിലെ ആരോഗ്യ സംവിധാനത്തിന്റെ പോരായ്മകളും റിപ്പോർട്ട് എടുത്തു പറഞ്ഞു. എന്നാൽ രാജൻ പിള്ളയുടെ മരണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന ആരോപണങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ കണ്ടെത്താൻ കമ്മീഷന് കഴിഞ്ഞില്ല. രാജൻ പിള്ളയുടെ മരണം ഇന്ത്യൻ ജയിലുകളിലെ തടവുകാരുടെ അവസ്ഥയെക്കുറിച്ചും അവരുടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചും രാജ്യവ്യാപകമായി ചർച്ചകൾക്ക് തുടക്കമിട്ടു. ജയിലുകളിൽ ആവശ്യത്തിന് ഡോക്ടർമാരും ചികിത്സാ സൗകര്യങ്ങളും ഇല്ലെന്നും തടവുകാരുടെ മാനുഷിക പരിഗണന പലപ്പോഴും നിഷേധിക്കപ്പെടുന്നുവെന്നും ആരോപണങ്ങൾ ഉയർന്നു. ഈ സംഭവം ജയിൽ പരിഷ്കരണത്തിന്റെ ആവശ്യകതയ്ക്ക് ഊന്നൽ നൽകി. രാജൻ പിള്ളയുടെ ഭാര്യ നീന പിള്ള തന്റെ ഭർത്താവിന്റെ ജയിൽ കസ്റ്റഡി മരണത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ച വീഴ്ചയ്ക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വർഷങ്ങളോളം നിയമ പോരാട്ടം നടത്തി. 1998 അവർ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. നീണ്ട 13 വർഷത്തെ നിയമ നടപടികൾക്ക് ശേഷം 2011 മെയ് മാസത്തിൽ ഡൽഹി ഹൈക്കോടതി ഒരു സുപ്രധാന വിധി പുറപ്പെടുവിച്ചു. രാജൻ പിള്ളയുടെ മരണം സംഭവിച്ചത് സർക്കാരിന്റെ വീഴ്ചയും അനാസ്ഥയും കൊണ്ടാണെന്ന് കോടതി കണ്ടെത്തി. ജയിലിലെ മോശം സാഹചര്യങ്ങളും രാജൻ പിള്ളയ്ക്ക് ആവശ്യമായ വൈദ്യസഹായം കൃത്യസമയത്ത് നിഷേധിക്കപ്പെട്ടതുമാണ് മരണത്തിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങളെന്ന് കോടതി നിരീക്ഷിച്ചു. രാജൻ പിള്ളയുടെ ഭാര്യയ്ക്കും മക്കൾക്കും 10 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകാൻ കോടതി ഡൽഹി സർക്കാരിനോട് ഉത്തരവിട്ടു. ഈ കോടതി ജയിൽ കസ്റ്റഡിയിൽ കഴിയുന്ന ഓരോ വ്യക്തിയുടെയും ജീവനും ആരോഗ്യത്തിനും സംരക്ഷണം നൽകേണ്ടത് ഭരണകൂടത്തിന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണെന്ന് അടിവരയിട്ട് പറഞ്ഞു. ഭാവിയിൽ ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജയിലുകളിലെ ആരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ചില നിർദ്ദേശങ്ങളും കോടതി നൽകി.
ലീല സേത് കമ്മീഷൻ റിപ്പോർട്ടിൽ ജയിലുകളുടെ നവീകരണത്തിനായി നിർദ്ദേശിച്ച പല കാര്യങ്ങളും നടപ്പാക്കാനും കോടതി ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ജയിലുകളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക ആംബുലൻസ് സൗകര്യം ഉറപ്പാക്കണമെന്നും കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. നഷ്ടപരിഹാരമായി ലഭിച്ച 10 ലക്ഷം രൂപ കേരളത്തിലെ പാവപ്പെട്ട പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി ഒരു പോളിടെക്നിക് സ്ഥാപനം ആരംഭിക്കാൻ വിനിയോഗിക്കുമെന്ന് നീന പിള്ള കോടതിയെ അറിയിച്ചു. രാജൻ പിള്ളയുടെ സഹോദരൻ രാജ്മോഹൻ പിള്ള തന്റെ സഹോദരന്റെ ഓർമ്മ നിലനിർത്താനായി രാജൻ പിള്ള ഫൗണ്ടേഷൻ സ്ഥാപിച്ചു. ഈ ഫൗണ്ടേഷൻ കലാ, കായികം, സാമൂഹ്യശാസ്ത്രം, വൈദ്യശാസ്ത്രം തുടങ്ങിയ വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും മനുഷ്യരാശിയുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നവരെ ആദരിക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. 2020 രാജൻ പിള്ളയുടെ 73ാം ജന്മദിനത്തോടനുബന്ധിച്ച് രാജ്മോഹൻ പിള്ള ബീറ്റ പ്രോജക്ട് 25 എന്നൊരു പുതിയ സംരംഭം ആരംഭിച്ചു. അടുത്ത 25 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ നിന്ന് 25 ബ്രാൻഡുകൾ കെട്ടിപ്പടുക്കാൻ കഴിവുള്ള പുതിയ സ്റ്റാർട്ടപ്പുകളെ കണ്ടെത്താനും അവരെ പ്രോത്സാഹിപ്പിക്കാനും ആവശ്യമായ സാമ്പത്തിക സാങ്കേതിക സഹായങ്ങൾ നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. രാജൻ പിള്ളയുടെ ബിസിനസ് ദർശനത്തോടുള്ള ആദരസൂചകമായാണ് ഈ പദ്ധതി ആരംഭിച്ചതെന്ന് രാജ്മോഹൻ പിള്ള പറഞ്ഞിരുന്നു. രാജൻ പിള്ള 1987 തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ബിസിനസ് വ്യാപിപ്പിച്ച ആളാണെന്നും അന്ന് അദ്ദേഹം ചെയ്ത പല കാര്യങ്ങളും ഇപ്പോഴും പലർക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബീറ്റ ഗ്രൂപ്പ് ഇതിനോടകം 60-ലധികം പുതിയ സംരംഭങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. കോ വർക്കിംഗ് സ്പേസുകൾ, ഇൻഫർമേഷൻ ടെക്നോളജി, സ്പോർട്സ് തുടങ്ങിയ മേഖലകളിലാണ് ഇവർ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ബീറ്റ പ്രോജക്ട് 25ന്റെ ഭാഗമായി തിരഞ്ഞെടുത്ത ആദ്യ 3 സംരംഭങ്ങൾക്കായി ബീറ്റ ഗ്രൂപ്പ് 100 കോടി രൂപയുടെ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. രാജൻ പിള്ളയുടെ ജീവിതം ബിസിനസ് ലോകത്ത് ഉയരങ്ങൾ കീഴടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് പാഠങ്ങൾ നൽകുന്ന ഒന്നാണ്. കഠിനാധ്വാനം കൊണ്ടും കച്ചവടത്തിലെ തന്ത്രങ്ങൾ കൊണ്ടും എങ്ങനെ വിജയം നേടാമെന്ന് അദ്ദേഹം കാണിച്ചു തന്നു. എന്നാൽ നിയമപരമായ പ്രശ്നങ്ങളും സാമ്പത്തിക ക്രമക്കേടുകളും കാരണം അദ്ദേഹത്തിന്റെ ജീവിതം ദുരന്തത്തിൽ അവസാനിച്ചു. പണത്തിനും അധികാരത്തിനും വേണ്ടി നെട്ടോട്ടമോടുമ്പോൾ നിയമത്തിന്റെയും ധാർമ്മികതയുടെയും അതിരുകൾ ലംഘിക്കരുതെന്ന് അദ്ദേഹത്തിന്റെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രാജൻ പിള്ളയുടെ ജീവിതം ഒരാൾക്ക് എത്ര ഉയരങ്ങളിൽ എത്താമെന്നും എന്നാൽ ഒരു നിമിഷം കൊണ്ട് എല്ലാം എങ്ങനെ നഷ്ടപ്പെടാമെന്നും കാണിച്ചു തരുന്നു. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.